അങ്ങനെ ഞങ്ങളും പോയി കോഴിക്കോട് അങ്ങാടി കാണാൻ. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല ആളെക്കൊണ്ട്. എൻ്റെ അമ്മോ, എല്ലാവരും ഉണ്ട് നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിൽ. SM സ്ട്രീറ്റിൽ അങ്ങോട്ട് ജനങ്ങളാൽ നിറഞ്ഞ് തിങ്ങിയായി. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത പ്രത്യേക ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നത്. ഒരു രക്ഷയില്ല എന്നാണ്, ഒരു രക്ഷയില്ല ആളെക്കൊണ്ട്. ഓണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വന്നിക്കണ്. കുട്ടികളും മക്കളും അമ്മയും എല്ലാവരും വന്നിക്കണ് നമ്മളെ കോഴിക്കോട് അങ്ങാടി കാണാൻ. അങ്ങനെ ഞങ്ങളും ഇറങ്ങിയതാണ് ഇങ്ങനെ ഈ കോഴിക്കോട് അങ്ങാടി കാണാൻ. വന്ന് 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 തിരക്ക് കൂടിക്കൂടി വരുന്നു. അവിടുന്ന് ആൾക്കാർ, ഇവിടുന്ന് ആൾക്കാർ, ആ ജംഗ്ഷനിൽ ആൾക്കാർ. ഇതൊരു 4 കൂടി ജംഗ്ഷനാണ് നമ്മുടെ SM സ്ട്രീറ്റിൽ. രാധാ തിയേറ്ററിൻ്റെ കണ്ടവർ പോയവർക്ക് അറിയാൻ മതിയാവും രാധാ തിയേറ്റർ എവിടെയാണെന്നൊക്കെ. അവിടെയാണ് ഇത് ഉള്ളത്. പക്ഷേ സിനിമയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളാണോ എന്ന് സംശയമുണ്ട്. അവിടുന്നും ഇവിടുന്നും ഒക്കെ 4 കൂടി ജംഗ്ഷൻ ഫുള്ളും ജനങ്ങളാൽ തിങ്ങിപ്പോയി നമ്മുടെ കോഴിക്കോട് അങ്ങാടി SM സ്ട്രീറ്റ്. എന്തു പറയാനാ, ഒരു രക്ഷയില്ലാത്ത ജനപ്രവാഹമായിപ്പോയി ഈ ഓണം അടുപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ തിരക്കുകളാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു പറയാനാ. അങ്ങനെ ഒടുക്കം കുറച്ച് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെ ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങി, വീണ്ടും മുന്നോട്ട് തന്നെ. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് മഴ എല്ലാവരും ചതിച്ചു. എല്ലാ കച്ചവടക്കാരും പൊതിഞ്ഞ് കെട്ടി പീടികൻ്റെ തണ്ണയിൽ നിൽക്കലായി. തിരക്കൊക്കെ പോയി, ജനങ്ങളെല്ലാം പോയി, എല്ലാവരും ശാന്തരായി. തിരക്കൊക്കെ പോയപ്പോൾ റോഡ് ശൂന്യമായി. മഴ കൊണ്ടുപോയി എല്ലാ കച്ചവടക്കാരെയും അലമ്പാക്കി. മഴ ചോർന്നവരെ കാത്തിരുന്ന് ഈ ബിൽഡിങ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ, ഈ ബിൽഡിങ്ങിൻ്റെ പണി ഞാൻ എടുത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ബിൽഡിങ് അവിടെ ഉൾക്കൊള്ളിച്ചത് ഈ വീഡിയോയിൽ. ആ ബിൽഡിങ്ങിൻ്റെ പണി കുറച്ച് ദിവസം, ഒരാഴ്ചയൊക്കെ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ പണി എടുത്തിരുന്നു. അതാണ് ഈ വീഡിയോയിൽ അത് കാണിച്ചത്. അതിൻ്റെ മുന്നിൽ കൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. പിന്നെ ഞങ്ങളൊരു ഷോപ്പിലൊക്കെ കയറി. ആ ഷോപ്പിൽ നിന്ന് നല്ല ഈ ഫ്ലവേഴ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കും. അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ ഒക്കെ. നല്ല കണ്ടാൽ വിചാരിക്കും ഒറിജിനലാണെന്ന്, പക്ഷെ ഒക്കെ പ്ലാസ്റ്റിക്കാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്ത് ഭംഗിയല്ലേ അതിൻ്റെ അതൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചത്. അടിപൊളിയായിട്ടില്ലേ? എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി. നല്ല ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ പ്രത്യേക ഒരു കഴിവ്, അത് സമ്മതിക്കന്നെ, വേറെ നിവർത്തിയില്ല അതിൽ. എന്ത് ഭംഗിയാണല്ലേ അത്. ഇതാണ് നമ്മുടെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.